മുള്ളൂർക്ക പഞ്ചായത്തിലെ അതിപുരാതനമായ മനക്കോട്ടുകാവിലാണ് വന്നിട്ടുള്ളത്. വളരെ പഴയ മനോഹരമായ ഒരു ചിത്രമാണ് മനക്കോട്ടുകാവിൻ്റെ പഴയതായിട്ട് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ആ ക്ഷേത്രം പുതുക്കി പണിയുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഇവിടെ ഉള്ള കാഴ്ചകൾ ഇങ്ങനെ കാണുന്നതിൻ്റെ കാരണം. നമുക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ചും ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഇവിടുത്തെ ചടങ്ങുകളും വഴിപാടുകളെക്കുറിച്ചും ഒക്കെ ക്ഷേത്രത്തിൻ്റെ പൂജാരിയല്ലേ, അതെ, പൂജാരിയായിട്ട് ചോദിച്ചറിയാം. അപ്പോൾ എങ്ങനെയാണ് ഈ ക്ഷേത്രം, ഇതിൻ്റെ ഒരു ചരിത്രം, എത്ര കാലം വർഷം പഴക്കമുണ്ടാവും? നമസ്കാരമുണ്ട്. ഇത് മനക്കോട്ടുകാവ് എന്നാണ് ക്ഷേത്രത്തിൻ്റെ പേര്. കാവാചാരങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മനക്കോട്ടച്ചൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി അയ്യൂർ നാട് എന്ന് പറഞ്ഞ ദേശം ഭരിച്ചിരുന്നത്. അയ്യൂർ നാടിൻ്റെ തലസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രമാണ് മുള്ളൂർക്കരയായിരുന്നു അല്ലേ? ആയിരുന്നു. അപ്പോൾ അവരുടെ ഒരു വലിയൊരു കോട്ട തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട് സൈന്യമുണ്ടായിരുന്നു, കളരികളുണ്ടായിരുന്നു. അപ്പോൾ ഒരു കോട്ടയുടെ ഭാഗമാണ് മനക്കോട്ടുകാവ്. ഈ കോട്ടയിൽ ഈ കാവിലിപ്പോൾ ഉള്ള പ്രതിഷ്ഠ എന്ന് പറയുകയാണെങ്കിൽ ഭദ്രകാളി സങ്കല്പ ഭൈരവിയായിട്ട് പൂജിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ നാട് ഭരിച്ചിരുന്നതായിട്ടുള്ള മനക്കോട്ട അച്ഛന്മാരുടെ പ്രതിഷ്ഠകളുണ്ട്. അവരുടെ സൈനാധിപന്മാർ 27 വരുന്നുണ്ട്. പിന്നെ മനക്കോട്ടച്ഛന്മാർ, മനക്കോട്ടുകാവ് ഭഗവതി, പിന്നെ പുറത്ത് ഭൈരവൻ, അകത്ത് രക്തേശ്വരി, പിന്നെ ഗളൂരിക, കളരി സംബന്ധമായിട്ടുള്ളത്. അങ്ങനെയൊക്കെയാണ് ഇവിടെയുള്ള കാവിലെ പ്രതിഷ്ഠാ സംവിധാനങ്ങൾ. ഈ ക്ഷേത്രം ഇപ്പോൾ പൊളിച്ചിട്ട് എത്ര വർഷമായി? പഴയ ക്ഷേത്രം അതിപ്പോൾ ഒരു ഏകദേശം കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ. പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. പഴയ അമ്പലത്തിനേക്കാളും പ്രൗഢിയോട് കൂടിയിട്ടുള്ള അമ്പലമാണ് ഇപ്പോൾ കമ്മിറ്റി ട്രസ്റ്റ് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രാരംഭഘട്ടങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ. ചരിത്രത്തിൻ്റെ ഓർമ്മകൾ വഹിക്കുന്ന മനക്കോട്ടുകാവ് പുനരുദ്ധാരണത്തിന് തയ്യാറെടുക്കുന്നത് സന്തോഷത്തോടെ കാണുകയാണ്. മലനാടിൻ്റെ ചരിത്രത്തിൽ വീരോതിഹാസം തീർത്ത മനക്കോട്ടച്ഛന്മാരുടെ ചരിത്രം വേണ്ട പോലെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് ദൗർഭാഗ്യകരമാണ്. എങ്കിലും കേൾക്കുന്നവർക്കും പറയുന്നവർക്കും ആവേശമാണ് മനക്കോട്ടെ വീരന്മാരുടെ കഥകൾ. 4 നൂറ്റാണ്ടുകൾക്ക് അഭിമാനമാണ് മുള്ളൂർക്ക ദേശത്തിൻ്റെ ചരിത്രം. മുള്ളൂർക്കര അയിരൂർ നാട് എന്നാണ് പണ്ട് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ പഴയ ക്ഷേത്രം എന്ന രീതിയിൽ പണ്ട് കാലത്ത് യുദ്ധം നടന്നിരുന്ന സമയത്ത് ഈ ക്ഷേത്രവുമായിട്ടുള്ള ആരാധന നടത്തിയതിന് ശേഷമാണോ യുദ്ധത്തിന് പോയിരുന്നത് എന്നുള്ളൊരു കഥ. അതായത് ഒരുപാട് യുദ്ധങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള സ്ഥലമാണ് മുള്ളൂർക്കര. ചരിത്ര പുസ്തകങ്ങളിലൊക്കെ ഒരുപാടുണ്ട്, ഒരുപാട് ചരിത്ര പുസ്തകങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 999 പടയാളികളും മനക്കോട്ടുകാവ് ഭഗവതി എന്ന് പറയാം. അപ്പോൾ ഇത് പരമാവധി സാമൂതിരിയുടെ കൂടെ യോജിച്ചിട്ടാണ് യുദ്ധത്തിന് സൈന്യം പോയിരുന്നത്. പോകുന്ന സമയത്ത് ഇവിടെ അനവധി കളരികൾ നടന്നു. മനക്കോട്ടുകാവിൽ കളരി നടന്നു. അതുമല്ലാതെ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ യുവാക്കളെ വാർത്തെടുക്കാൻ വേണ്ടി അനവധി കളരികളുണ്ടായിരുന്നു. അപ്പോൾ ഈ സൈന്യം പോകുന്നത് സാധാരണഗതിയിൽ തിച്ചൂർ അയ്യപ്പൻകാവ് എന്ന് പറയും. പരൂർ അപ്പുറത്തായിട്ട് വരും. പരൂർ പഞ്ചായത്തിലാണ് ശരിക്കും വരുന്നത്. തിച്ചൂർ ശാസ്താവിൻ്റെ അവിടെ വാള് വെച്ച് സത്യം ചെയ്ത് പ്രതിജ്ഞ ചെയ്തിട്ടാണ് യുദ്ധങ്ങളിലേക്ക് പോയിരുന്നത്. അപ്പോൾ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഇവിടെയും പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങ്. അതെ, ഇവിടെ നിന്നാണ് പോവുക. ഇവിടെ കളരിയിൽ ഗളൂരിക എന്ന് പറയുന്നതായിട്ടുള്ള ദേവി ഉണ്ടായിരുന്നു. ആ ഗളൂരിക ദേവിയുടെ മുന്നിൽ നിന്ന് രക്തം കൊടുത്തതിന് ശേഷമാണ് അവർ അത്രയും വീരാരാധനയോട് കൂടിയിട്ടാണ് ഇറങ്ങുക. ആ ഗളൂരികനെ ഇപ്പോൾ അഷ്ടമംഗല പ്രശ്നപ്രകാരം ഇപ്പോൾ രണ്ടാമത്തും ഇവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. കളരി കുറച്ച് അകലായിരുന്നു. അപ്പോൾ ആ കളരി നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ആ ഭഗവതിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാമത്ത് ഭഗവതിനെ ഇവിടെ വീണ്ടും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഒഴുക്ക് ശിലയിൽ കുടിയിരുത്തിയിട്ടുണ്ട്. കുടിയിരുപ്പ് സമ്പ്രദായമാണ് മൊത്തം. മദ്യമാംസങ്ങളോട് കൂടിയിട്ടുള്ള പൂജകളാണ് ഇവിടെ കൂടുതലും ഉള്ളത്. AD 1710 വാൾത്തലകൾ നീതി നടപ്പിലാക്കിയിരുന്ന കാലം. ആ കാലത്ത് സാമൂതിരിയുടെ ആക്രമണത്തിനെ പ്രതിരോധിച്ച അയിരൂർ നാട്ടിലെ മനക്കോട്ടച്ഛൻ്റെ ഉടവാളാണ് ഈ കാണുന്നത്. ഭൂപടത്തിൽ തലപ്പള്ളി താലൂക്കിലെ വടക്കാഞ്ചേരിക്കും ചെറുതുരുത്തിക്കും മധ്യയുള്ള പ്രദേശമാണ് അയിരൂർ നാട്.
കാടും മലയും വയലും പുഴയും കളരിയും ദേവതകളും ഇഴുകിച്ചേർന്ന അതിർത്തി ഗ്രാമം. അനേകം യുദ്ധങ്ങൾക്ക് സാക്ഷിയായ മനക്കോട്ടച്ചൻ്റെ കോട്ട തൊട്ടടുത്താണ്. ചരിത്രപരമായിട്ട് പാലിയത്തച്ഛൻ്റെ ഒരു കോട്ട ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഐതിഹ്യവും ചരിത്രവും. ശരിക്കും മനക്കോട്ടച്ചൻ്റെ കോട്ടയാണ്. മനക്കോട്ടച്ചൻ്റെ കോട്ട പാലിയത്തച്ഛന്മാർ കീഴ്പ്പെടുത്തി കൊച്ചി രാജാവിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത് പിടിച്ചടക്കിയതാണ്. അതിനുശേഷം പാലിയത്ത കോട്ട എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഏകദേശം കോട്ട ഒരു 12.5 ഏക്കറോടക്കം കോട്ട ഉണ്ടായിരുന്നാണ് പറയപ്പെടുന്നത്. അതിന് കോട്ടക്കോളം അടുത്തുണ്ട്. അവിടെ കോട്ടയുടെ തൊട്ടടുത്ത് തന്നെ കോട്ടകളുണ്ട്. 2 ഏക്കറോളം ഏകദേശം, അതിന് കൂടുതൽ വരാനേ സാധ്യതയുള്ളൂ. കോട്ടക്കോളായിട്ടുണ്ട്. അതിൻ്റെ സമീപകാലത്ത് അതിൻ്റെ അടുത്ത് കോട്ടയുടെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവസാനത്തെ ഒരു ബിൽഡിംഗ് 2-3 നിലയുള്ള ബിൽഡിംഗ് ഒക്കെ ഇപ്പം അടുത്താണ് പൊളിച്ചത്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ് അതൊക്കെ പൊളിച്ചു പോയത്. ശരിക്കും പറഞ്ഞാൽ ചരിത്ര സ്മാരകമായിരുന്നു അല്ലേ? ചരിത്ര സ്മാരകം തന്നെയായിരുന്നു. അതായത് മനക്കോട്ട സംരക്ഷിക്കപ്പെട്ടില്ല. മനക്കോട്ടച്ചന്മാരാണ് ഈ അയിരൂർ നാട് എന്ന് പറയുന്ന കൊച്ചി രാജ്യത്തിൻ്റെ അതിർത്തി പ്രദേശമായിട്ടുള്ള ഈ നാട് ഭരിച്ചിരുന്നത്. പിന്നെ രാജാവിന് അനുസരിച്ചിട്ട് ഭരണം പോവാത്തത് കൊണ്ട് പാലിയത്തച്ഛന്മാർക്ക് മന്ത്രിമാരാണ് പാലിയത്തച്ഛന്മാർ, കൊച്ചി രാജാക്കന്മാരുടെ. അവർ മനക്കോട്ടച്ചനെ വകവരുത്തിയിട്ട് ഇത് കൊച്ചി രാജ്യത്തിലേക്ക് വീണ്ടും ലയിപ്പിച്ചു. 999 വിശ്വസ്തന്മാരെയും 36 പടത്തലവന്മാരെയും എന്തിനേറെ സാമൂതിരിയെ വരെ മറികടന്ന് മനക്കോട്ടയിലേക്ക് എത്തിച്ചേരാം. പക്ഷേ വലങ്കയിലെ പള്ളിവാളിനിടയിൽ മകനെ പൊന്നുപോലെ കാക്കുന്ന മനക്കോട്ടെ ഭൈരവിയെ നേരിടുന്നത് എളുപ്പമല്ല. മനക്കോട്ടെ ഭഗവതിയുടെ സംരക്ഷണ വലയത്തിൽ നിന്ന് അല്പം സമയം തൻ്റെ ഇരയെ ഒഴിഞ്ഞു കിട്ടുന്ന കുറച്ചു നിമിഷങ്ങൾ കോമി അച്ഛൻ ഗണിച്ചെടുത്തു. ഉടവാൾ കരയിൽ വെച്ച് കുളിക്കാനിറങ്ങിയ മനക്കോട്ടച്ചനെ കോമി അച്ഛൻ ചതിയിലൂടെ കൊലപ്പെടുത്തുകയായിരുന്നു. നന്ദി, നമസ്കാരം.